വിഷു ദിവസം രാവിലെ എണീച്ച് കണിയെല്ലാം കണ്ട് നേരെ പോയി കുളിച്ചു. അതിന് ശേഷമില്ല പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറേ കാര്യപ്പവും പഴംപൊരിയെല്ലാം ആക്കിയിട്ടുണ്ടായിന്. ഫാമിലിക്ക് എല്ലാവർക്കും അതുപോലെ അയൽവാസികൾക്കെല്ലാം നേരെ കാര്യപ്പവും പഴംപൊരിയും കൊണ്ടു കൊടുത്തു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിഷുവിൻ്റെ വ്ളോഗായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവല്. പക്ഷേ ഞാൻ വ്ളോഗ് വിഷുവിൻ്റെ തലേന്നാൾ രാത്രിക്ക് ഫുൾ എടുത്തു വെച്ചിട്ടുണ്ടായിന്. രാത്രിക്ക് കാര്യപ്പം ചുടുന്നതും അതുപോലെ വെടിപൊട്ടിക്കുന്നതും എല്ലാം. പക്ഷേ രാവിലെ മുതലുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എടുത്ത വീഡിയോ നന്ന ചെറുതാണ്, രാത്രിയത്തെ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഷോർട്സ് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. ഞാനും സുഹൃത്തായിട്ടും നേരെ ബീച്ചിലേക്ക് പോയി. വിഷു ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ അധികം പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ചിലവ് ഫുള്ള് സുഹൃത്തായിട്ട് തന്നെ നടക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഫുൾ ചിലവ് ഞാൻ തന്നെ എടുത്തോളാം, സുഹൃത്തായിട്ട് എന്തെല്ലാമോ വേണ്ട അതെല്ലാം കഴിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമും പോപ്കോണും പുല്ലുമുട്ടായും എല്ലാം മേടിച്ച് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലിരുന്ന് കഴിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ പയ്യന്നൂർ മാളിലേക്ക് വിട്ടു. സുഹൃത്തായിട്ട് ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ പോയി ചോക്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനും ഇതിന് നല്ല അഡിക്റ്റായി വരുന്നുണ്ട്. പണ്ട് നിനക്ക് അത്ര വലിയൊരു ഇഷ്ടം ഉണ്ടായിട്ടാ. പിന്നെ ഇതെല്ലാം കഴിച്ചിപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ചോക്ലേറ്റിന് ഭയങ്കര ഇഷ്ടമായി. സുഹൃത്തായിട്ടാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ചോക്ലേറ്റ്. മുന്നേ ഞാനും സുഹൃത്തായിട്ടിനിടെ വന്ന സമയത്ത് കുനാഫാൻ്റെ ആണ് കഴിച്ചിട്ടുണ്ടായത്. അത് നമുക്ക് അത്ര ടേസ്റ്റ് പിടിച്ചിട്ടാ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് മടുപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇത് നല്ല അടിപൊളി, പെട്ടെന്ന് അങ്ങനെ മടുപ്പ് വരുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മ രണ്ടാളും ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ടായിന്. വിഷു ആയതുകൊണ്ട് തന്നെ മാളിൽ കുറേ ഫാമിലി വന്നിട്ടുണ്ടായിന്. അങ്ങനെ മാളിൽ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഈ പാനിപ്പൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനും സുഹൃത്തായിട്ടും അധികം ഈ പാനിപ്പൂരി കഴിക്കാൻ പോകുന്ന സ്ഥലമൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിട്ടാ. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറിയപ്പോഴേക്കും അവിടെ പാനിപ്പൂരി ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവിടുന്ന് 2 ലൈം ജ്യൂസും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇന്നലെ മേടിച്ച വെടി കുറേ ബാക്കി ഉണ്ടായിന്. അങ്ങനെ ഞാനും സുഹൃത്തായിട്ടും ഏട്ടനും അച്ഛനും അമ്മയും നമ്മ എല്ലാവരും കൂടി വെടി പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഇല്ലേ.